നമുക്ക് ഭക്ഷണത്തിന് തിരിഞ്ഞ് ബാക്കി ഇനി സർക്കാരിന്റെ ഫണ്ട് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, കതിർ ആപ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് സംഭവങ്ങളും കൂടെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് സാറ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പൈസയുടെ സമയം, ഇതിന് ആര് പൈസ കൊടുക്കും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ശരിക്കും ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. കർഷകർ ഫേസ് ചെയ്യുന്ന ഉണ്ടാവുന്ന 3 വലിയ പ്രശ്നങ്ങൾ പറയാമോ? അല്ലേ, നെല്ല് എന്ന് വെച്ചാൽ സംഭരണം, വിൽപ്പന. അത് വിൽപ്പനയുടെ പൈസ കിട്ടുക എന്നുള്ളത് ഒന്ന്. പിന്നെ രോഗങ്ങൾ, പിന്നെ കമ്പനിക്കാരെ കിട്ടാത്തത്, പിന്നെ 3 അപ്പൊ കൂടുതലായി പറയും, ലേബർ, പിന്നെ കാലാവസ്ഥ, പിന്നെ നിങ്ങൾ പറയാത്തൊരു സംഭവമുണ്ട്, പണം. എന്ന് വെച്ചാൽ വേറെ ഏത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിൽ ആ ജോലി ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? എന്തെങ്കിലും തൊഴിൽ ചെയ്ത് മാസം ശമ്പളം വാങ്ങിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? മിക്കവാറും എല്ലാവരും ആണ്. കേരളത്തിലെ കർഷകരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 80% കർഷകർ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്തിട്ടുള്ള മാസ ശമ്പളം വാങ്ങിച്ച് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ്. 3 മാസത്തെ ശമ്പളത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിൽ നിന്ന് ടേം ലോൺ കിട്ടും. ഒരു സാധനവും പണയം വയ്ക്കാതെ കിട്ടും. ഞാനൊരു സ്ഥാപനം നടത്തുന്നു എന്നിരിക്കട്ടെ, 3 വർഷത്തെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് കൊടുത്താൽ ഏത് ബാങ്കും എനിക്ക് ഇതേപോലെ ഓടി തരും. അല്ലെങ്കിൽ അതിന് ഞാൻ ഒരു ഈടും വെക്കണ്ട, എൻ്റെ കച്ചവടം എത്ര ഉണ്ട് എന്നുള്ളത് അവരെ ബോധിപ്പിച്ചാൽ മതി, ഈട് തരും. ഒരു 10 ഏക്കർ പോട്ടെ, ഒരു 15 ഏക്കർ നെൽകൃഷി ചെയ്യുന്ന ഒരാൾ 2 ടൺ വെച്ചൊരു സീസൺ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 60 ടൺ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു 30 രൂപയാണെന്ന് വെക്കാം. ഓക്കെ, 18 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ വർഷവും വരുന്നുണ്ട്. ആരാ കൊടുക്കുന്നത്? സർക്കാരാണ് കൊടുക്കുന്നത് അല്ലേ? സപ്ലൈകോ കൊടുക്കുന്ന പൈസയാണ്. എന്ന് വെച്ചാൽ വെറുതെ അയാൾ കുക്ക് ചെയ്തുണ്ടാക്കിയ പൈസയൊന്നുമല്ല, അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചിട്ട് അക്കൗണ്ടിൽ പൈസ കാണിക്കുന്നതല്ല. 18 ലക്ഷം ആവറേജാണ്, ഒരു 15 ലക്ഷം എന്ന് വെച്ചോളൂ. 15 ലക്ഷം എല്ലാ വർഷവും പോട്ടെ, 12 ലക്ഷം എല്ലാ വർഷവും വരുന്നുണ്ട്. മാസം 1 ലക്ഷം രൂപ ആവറേജ് വരുമാനം അയാൾക്ക് ഉണ്ട്. ലാഭമല്ല, വരുമാനമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് വെച്ചിട്ടാണെങ്കിൽ ഇതൊരു 3 വർഷമോ പോട്ടെ 5 വർഷമോ പോട്ടെ 10 വർഷം കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കർഷകൻ ഏതെങ്കിലും ബാങ്ക് ഇതുപോലെ സ്വർണമോ ഭൂമിയോ പണയം വയ്ക്കാതെ ലോണ് തരുമോ? തരും. 1,60,000 രൂപ വരെ തരും. KCC ലോണ് തരും. അതല്ലാതെ അതിന് മുകളിലേക്ക് ഒരു പൈസ ബാങ്ക് ലോണ് തരില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് ഞാനൊരു കർഷകനാണ്, ഞാൻ ശമ്പളം വാങ്ങിച്ചിട്ടുണ്ട്, ഞാനൊരു സ്ഥാപനവും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ബാങ്കുകളിൽ ചോദിച്ചായിരുന്നു, എന്താണ് നിങ്ങൾ കർഷകർക്ക് ലോണ് കൊടുക്കാത്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ശമ്പളം വാങ്ങിക്കുന്ന ആൾക്ക് മാസം ശമ്പളം കിട്ടുന്ന കൃത്യമായിട്ടുള്ള രേഖയുണ്ട്. ഒരു കമ്പനി അവരുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖയുണ്ട്. ഇയാൾക്ക് ഇന്നതാണ് നടക്കുന്നത്, ഇയാൾക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, തിരിച്ചടവിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതുണ്ട്. കർഷകൻ പൈസ ഉണ്ടാക്കുന്ന കർഷകരുണ്ടെന്ന് എനിക്കും അറിയാം, അല്ലെങ്കിൽ നമുക്കും അറിയാം. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള രേഖയില്ല, ഓഡിറ്റബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നബാർഡും കേരള ഗ്രാമീൺ ബാങ്കും ചേർന്ന് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു 18 മാസത്തെ ഒരു പൈലറ്റ് പ്രോജക്റ്റാണ്. മലപ്പുറം ജില്ലയിൽ തലപ്പാറ പഞ്ചായത്തും തലപ്പാറ VFPCKയുടെ സൊസൈറ്റിയും പിന്നെ തൊട്ടടുത്തുണ്ടല്ലോ, അതിന് തൊട്ടടുത്ത് വേറൊരു സൊസൈറ്റി ഉണ്ട്. ഈ 2 സൊസൈറ്റിയിലും കൂടെ 400 ചില്ലറ പച്ചക്കറി കർഷകരുണ്ട്. അവരുടെ ഈ 1.5 വർഷത്തെ മുഴുവൻ ഡാറ്റയും എടുത്ത് ഗ്രാമീൺ ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ ഗ്രാമീൺ ബാങ്ക് അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ സമ്പാദ്യത്തിനനുസരിച്ച് ടേം ലോൺ കൊടുക്കാൻ തയ്യാറാണ്. അത് 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന്, കർഷകൻ അപേക്ഷിക്കുകയേ വേണ്ട, കർഷകൻ്റെ കൃഷിക്ക് ആവശ്യമുള്ള പൈസ കർഷകൻ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര പൈസ ഇപ്പോൾ ആവശ്യമില്ലേ, നിങ്ങൾ വേറെ എവിടെ നിന്നും കടം വാങ്ങിക്കേണ്ട, ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് കൊടുക്കാൻ തയ്യാറാണ്. മിതമായ പലിശയ്ക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അവിടെ ആ സൊസൈറ്റി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, കർഷകൻ്റെ ചിലവ് മുഴുവൻ സൊസൈറ്റി വഴി കൊടുത്തോളാം. ഈ സാധനം പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് ഇത് പിടിച്ചിട്ട് ബാക്കി കർഷകന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും പോസിബിൾ, ഇതൊക്കെ സാധ്യമാണ്. എപ്പോഴാണ് നമ്മൾ കണക്കെഴുതുമ്പോൾ. ഇതിൽ എത്ര കർഷകർ കണക്കെഴുതി വെക്കാറുണ്ട്? കണക്ക് പോട്ടെ, എന്തെങ്കിലും ഇന്ന് ഞാൻ ഇന്നത് ചെയ്തു, ഇത്ര പൈസ ചിലവായി, ഇത്ര പൈസ കിട്ടി എന്നുള്ളത്
അത് തെറ്റാണ്. അതിന് കാരണം ഞാൻ പറയാം. നിങ്ങൾ ഒരിക്കലുമില്ല. സാറ് ചെയ്യുന്ന കൃഷി ഏതാ? നെൽകൃഷി ചെയ്യുന്നുണ്ട്. 1 ഏക്കർ നെൽകൃഷി ചെയ്യാൻ എത്ര പൈസ ചിലവാകും നിങ്ങൾക്ക്? അതെന്തുകൊണ്ട് നോക്കിയില്ല? നോക്കിയ എത്ര പേരുണ്ട്? എത്ര പൈസ ചിലവാകുന്നുണ്ട്? എന്നാലും ഒരു ആവറേജ് പറയാമോ? 40, 45, 20, 25, പിന്നെ 50,000 ഉണ്ടെങ്കിൽ സാറ് കൃഷി ചെയ്യുന്നതിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അത്രയും വരില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 30, 35 വരുന്നത്. 25,000 രൂപ വരെ ചിലവിൽ ഒതുക്കുന്ന കർഷകരെ എനിക്കറിയാം. പക്ഷേ അത് ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ചിലവാക്കുന്ന എല്ലാതും അവർക്ക് ഇത്തിരി കുറവായിരിക്കും. അതായത് വളമിടുന്നതിന് പൈസ അവർക്ക് കുറവായിരിക്കും. ട്രാക്ടർ പൂട്ടുന്നത് നമുക്ക് പൂട്ടുന്നതിനേക്കാട്ടിലും 50 or 100 രൂപ അവർക്ക് കുറവായിരിക്കും. അവർ കൃത്യമായിട്ട്, കാരണം അവർക്ക് അത് മാത്രമായിട്ട് തൊഴിലായിട്ട് അതൊരു ബിസിനസ്സായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവർക്ക് ചിലവ് കുറയാറുണ്ട്. മറ്റത് 30, 35 ആ റേഞ്ചിലാണ് ചിട്ടയായിട്ട് ചെയ്യുമ്പോൾ വരാറ്. 40, 45 വരാറുണ്ട്. ശരി, 40 കൂട്ടാം നമുക്ക്. അത് മൊത്തം പോയി. പക്ഷെ അത് അപകടം എല്ലായിടത്തും വരും. എല്ലാത്തിലും അപകടം എല്ലാ സ്ഥലത്തും വരും. അപകടം ഇല്ലെങ്കിൽ ശരി, ഇനി 40 ചിലവായി എന്നിരിക്കട്ടെ. ഇനി അപകടം ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെല്ലാത്തിലും ഉണ്ട്. എല്ലാ ബിസിനസ്സിലും അപകടമുണ്ട് അല്ലേ? ഒരു കഞ്ചിക്കോട് ഒരു ഫാക്ടറി പണിത് എല്ലാം സെറ്റായിരിക്കുന്ന സമയത്ത് കോവിഡ് വന്നു. ആ പാവം 10-12 കോടി രൂപ ചിലവാക്കിയിട്ടാണ് ആ സംഭവം ചെയ്തത്. അയാളുടെ വീട് വിൽക്കേണ്ടി വന്നു, സ്ഥലം വിൽക്കേണ്ടി വന്നു, പൂട്ടി പോകേണ്ടി വന്നു. കാരണം കോവിഡ് തീരുമ്പോൾ അയാൾക്ക് ഒരു സാധനം പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് സംഭവം കോവിഡ് വന്ന് സംഭവം നടത്താൻ പറ്റാതായിട്ടുണ്ട്. അത്തരം അപകടങ്ങൾ എല്ലാ കച്ചവടത്തിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് അല്ലേ? പക്ഷെ അതല്ലെങ്കിൽ, അപകടം ഒന്നും ഉണ്ടായില്ലെങ്കിൽ ആവറേജ് ഇവിടുത്തെ അവസ്ഥയിൽ എത്രയാണ് ഈൽഡ് കിട്ടുക? 2 കിട്ടുമോ? 2 ടൺ കിട്ടുമോ? 2000 കിലോ കിട്ടുമോ? കൂടുതൽ കിട്ടും. രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ എത്ര കിട്ടും? ചിലവ് രണ്ടും ഏതാണ്ട് ഒരുപോലെ അല്ലേ? കുറയും. പക്ഷെ അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചാൽ 40,000 രൂപ ചിലവാക്കുന്നു, നമുക്ക് 28 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ 2 ടണ്ണേ കിട്ടുന്നുണ്ടെങ്കിൽ പോലും 56,000 രൂപയുണ്ട്. അത് ലാഭമാണ്. യൂണിറ്റ് എക്കണോമിക്സ് കൃഷിയുടെ എപ്പോഴും ലാഭമാണ്. നഷ്ടമായിട്ടുള്ള സമയം, നെൽകൃഷി നഷ്ടമായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 90കളുടെ തുടക്കം മുതൽ ഒരു 2003, 2004 വരെ മാറിപ്പോയത് കൊയ്ത്ത് മെഷീൻ വന്നു, കളനാശിനി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ 2 കാരണം കൊണ്ടാണ് നെൽകൃഷി വീണ്ടും ലാഭത്തിലേക്കായത്. അതിനു മുമ്പ് ഈ 90കൾക്ക് മുമ്പ് ലാഭത്തിലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അന്ന് ഒറ്റ കാര്യം ആലോചിച്ചാൽ മനസ്സിലാകും. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞത് കറ്റക്കളത്ത് എത്ര വാക്യക്കൂന ഉണ്ടെന്നും തൊഴുത്തിൽ എത്ര പോത്തുണ്ടെന്നും നോക്കിയിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞത്. ഇന്ന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, മാസം ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ അവൻ സൈഡിൽ ഒരു 10 ഏക്കർ കൃഷിയും കൂടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ വീട്ടുകാർ ആ വഴിക്ക് വരില്ല എന്നുള്ള അവസ്ഥയായി. അത് മാറിയത് ആ ഒരു 10-12 കൊല്ലമാണ്. അതിനു മുമ്പ് കൃഷിക്ക് നല്ല സമയമാണ്. എനിക്ക് നേരിട്ടറിയാം, സർക്കാർ ജോലി കിട്ടിയിട്ട് കൃഷി ചെയ്തിട്ട് കിട്ടുന്ന അത്രയും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജോലി കളഞ്ഞ ആൾക്കാരെ എനിക്കറിയാം. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പത്തെ തലമുറ. അന്ന് കാശുണ്ടായിരുന്നു, ഇപ്പോഴും കാശുണ്ട്. പക്ഷെ പ്രശ്നം പറ്റിയതെന്ന് പറയുന്നത് നമുക്ക് അതൊരു ബിസിനസ്സായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ള 1. 2, നമ്മൾ കുറച്ചേ കൃഷി ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. വലിയ കർഷകരുണ്ട് ഇവിടെ, നിങ്ങൾക്കും അറിയുന്നുണ്ടാവും, എനിക്കും അറിയാം. നിങ്ങളുടെ അടുത്ത് പല്ലശ്ശേനിയിൽ ആ JP ഏട്ടൻ 160 ഏക്കർ കണ്ടാണ് കൃഷി ചെയ്യുന്നത്. അയാൾ നഷ്ടമാണെങ്കിൽ കൃഷി ചെയ്യൂ? ഇത്രയും പൈസ ചിലവാക്കിയിട്ട് കൃഷി ചെയ്യും? ഇല്ല. അപ്പോൾ കൃഷി ലാഭത്തിൽ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ സാമ്പത്തികം നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികം കൃഷിക്ക് വരും. കൃത്യമായിട്ടുള്ള സമയത്ത് പൈസ ഉണ്ടാവുക, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കൊരു ചിട്ട ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിസ്റ്റത്തിന് അറിയണം. ആരാ സിസ്റ്റം? സർക്കാരിന് അറിയണം, സൊസൈറ്റിക്ക് അറിയണം, ബാങ്കിന് അറിയണം. അപ്പോൾ നമ്മളെ സഹായിക്കാൻ ഇവരൊക്കെ ഉണ്ടാവും. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാകും. 1. രണ്ടാമത്, പിന്നെ നമ്മൾ പറഞ്ഞൊരു വിൽപ്പനയുടെ കേസാണ്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ സംസാരിച്ചു. 1, തൊഴിലാളികളെ ഒരുമിച്ച് കിട്ടുന്ന കാര്യവും, തൊഴിലാളികളും മെഷീനും ഡ്രോണും ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന്
സൊസൈറ്റി വഴി കർഷകർക്ക് സുതാര്യമായിട്ട് കർഷകരുടെ ആവശ്യമുള്ള സമയത്ത് ഇത് എത്തിച്ചു കൊടുക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. രണ്ടാമത്, കർഷകർക്ക് ആവശ്യമുള്ള ഇൻപുട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന കീടനാശിനി, കളനാശിനി, വളങ്ങൾ സൊസൈറ്റി വഴി നിങ്ങളുടെ വരമ്പത്ത് എത്തിച്ചു തരാനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലാഭം? ഈ പറയുന്ന പൈസ ലാഭം ലാഭമല്ല നിങ്ങളുടെ യഥാർത്ഥ ലാഭം. ഇപ്പോൾ സ്വരൂപ് പറഞ്ഞായിരുന്നു, പുറത്ത് 1000 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 750 രൂപയ്ക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അതല്ല നിങ്ങളുടെ ലാഭം. നിങ്ങളിത് വാങ്ങിക്കാൻ ഇത്രയും പണി നടക്കുന്ന സമയത്ത് മെനക്കെട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി അവിടെ പോകുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ദിവസത്തെ തൊഴിലാണ് പോകുന്നത്. അതാണ് ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം. ഒന്നാമത്. രണ്ടാമത്, നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം ഇന്ന ദിവസം വേണമെന്നുള്ളത്. മൂന്നാമതൊരു കാര്യം കൂടെ നടക്കും. ഈ വർഷം നടക്കുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷേ 1-2 സീസൺ കഴിയുമ്പോൾ സൊസൈറ്റിക്ക് നിങ്ങൾക്ക് എപ്പോൾ എന്ത് വേണമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒരു സാധനം ഇപ്പോൾ യൂറിയ കിട്ടാനില്ല അല്ലെങ്കിൽ ഇന്ന സാധനം കിട്ടാനില്ല എന്നുള്ളൊരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. കാരണം സൊസൈറ്റിക്ക് അറിയാം നമ്മുടെ ഇവിടുത്തെ ഓരോ കർഷകനും എപ്പോഴൊക്കെ എന്തൊക്കെ വേണം എന്നുള്ളത്. പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യത്തെ 2 സീസൺ കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ സൊസൈറ്റി ആണ് ഇന്ന സാധനം വേണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നം വരില്ല. മൂന്നാമതൊരു കാര്യം കൂടെ നടക്കും. നിങ്ങൾ മറന്നുപോയാലും സൊസൈറ്റി മറക്കൂല. നിങ്ങൾ ഫീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ആ സമയത്തായിരിക്കും മകളുടെ കല്യാണം വരുന്നുണ്ടാവുക. ഈ സംഭവം നട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ മറന്നിട്ടുണ്ടാവും. പക്ഷേ സൊസൈറ്റി മറക്കില്ല. അങ്ങോട്ട് വിളിച്ച് പറയാൻ പറ്റും, രാജേട്ടാ ഇന്ന പ്രശ്നം, നിങ്ങൾ വളവിട്ടില്ലല്ലോ, എന്താ വളവിട്ടില്ല എന്ന് അങ്ങോട്ട് ചോദിക്കാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ നടക്കും ഇതിൽ. എന്തെന്നറിയാം, അതോടെ ഞാൻ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. ഇതൊക്കെ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനം, ആ സാധനത്തിൽ സൊസൈറ്റിക്ക് ഇപ്പോൾ എന്തൊക്കെ അറിയാമെന്ന് പറയാം. സൊസൈറ്റിക്ക് നിങ്ങൾ എപ്പോഴാണ് കൃഷി ചെയ്യണമെന്ന് അറിയാം, നിങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യണമെന്ന് അറിയാം, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു എന്നറിയാൻ പറ്റും, നിങ്ങൾക്ക് എത്ര ചിലവായി എന്നറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും സൊസൈറ്റിക്ക് അറിയാൻ പറ്റും അല്ലേ. ഇതിൽ പുറത്ത് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെപ്പോൾ കൃഷി ചെയ്തു, ഏത് വിത്ത് കൃഷി ചെയ്തു, ഏത് കൃഷിയിൽ നെല്ലിൽ കൃഷി ചെയ്തു, ആ മണ്ണിൻ്റെ അവസ്ഥ എന്തായിരുന്നു, നിങ്ങൾ എന്തൊക്കെ ഇൻപുട്ട് ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്തതെന്ന് സൊസൈറ്റിക്ക് അറിയുമെങ്കിൽ നിങ്ങളുടെ സാധനം സൊസൈറ്റിക്ക് ഈ പറയുന്ന താങ്ങുവില ഉണ്ടല്ലോ, മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടുന്നില്ലേ, അതിനേക്കാട്ടിലും കൂടുതൽ വിലയ്ക്ക് അല്ലെങ്കിൽ പ്രീമിയം വിലയ്ക്ക് സൊസൈറ്റിക്ക് വിൽക്കാൻ പറ്റും. അത് വാങ്ങിക്കാൻ ആൾ കൂടുതലാണ്. ഇപ്പോൾ അരുൺ പോലെ ഒരു മെട്രോയിലൊക്കെ താമസിക്കുന്ന അരുണിനോട് ചോദിച്ചാൽ മതി. 2017 ഞാൻ അരി വിറ്റിട്ടുണ്ടായിരുന്നു. 85 രൂപയ്ക്കാണ് അരി വിറ്റ്. ഓർഗാനിക് അല്ല എന്ന് പറഞ്ഞ് തന്നെയാണ് വിറ്റത്. അരുൺ എൻ്റെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് അരി വാങ്ങിക്കുമായിരുന്നു. 85 രൂപയ്ക്ക്. അന്ന് ഇവിടെ അരിക്ക് വിലയുണ്ട്, മട്ടേരി നമ്മുടെ സാധാരണ ജ്യോതിയായിരുന്നു വിറ്റുണ്ട്. 32 രൂപയോ 30 രൂപയോ വിലയുള്ള സമയത്ത് ഞാൻ 85 രൂപയ്ക്കാണ് വിറ്റ്. ആ സമയത്ത് ഞാൻ ഉഴുന്നും ചെറുപയറും, അത് 2ാമത്തെ സീസൺ കഴിഞ്ഞിട്ട് വേനൽക്കാലത്ത് ഞാൻ ഉഴുന്നും ചെറുപയറും വിൽക്കും. അത് ഞാൻ അരുണിന് വിറ്റിട്ടുണ്ടായിരുന്നു. എന്ത് വിലയ്ക്കാണെന്ന് ചോദിച്ചു നോക്കിയേ. അന്ന് 160 രൂപയ്ക്കാണ് വിറ്റ്. 160 രൂപയ്ക്കാണ് വിറ്റ്. ആ സമയത്ത് ഉഴുന്നിനും ചെറുപയറിനും വിലയുണ്ടായിരുന്നത് വെറും 60-62 രൂപയായിരുന്നു. അത് വാങ്ങിക്കാൻ അവൻ തയ്യാറായെന്ന് മാത്രമല്ല, ഇന്നും ഞാൻ അവിടെ പോകുന്ന സമയത്ത് അരുണിൻ്റെ അമ്മയാണെങ്കിലും അരുണിൻ്റെ ചേച്ചിയാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും, അന്നത്തെ ചെറുപയർ കിട്ടുമോ, അന്നത്തെ അരി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവർക്കുള്ള വിശ്വാസമാണ്. അല്ല, അവർക്ക് ഇനി ഞാൻ ഒരു കാര്യം കൂടെ അരുണിനോട് ചോദിച്ചിട്ട്, അവിടെ ലുലു ഉണ്ട്. ലുലുവിൽ ഒരു സ്ഥലത്ത് ഈ അരി വെച്ചിട്ടുണ്ട്, അപ്പുറത്തും അതേ അരി വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പുറത്തെ അരിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ആൾ കൃഷി ചെയ്താണ്, ഇന്നതൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്താണ്, ഇന്ന ദിവസം പ്രോസസ്സ് ചെയ്താണെന്ന് പറയുകയാണെങ്കിൽ 70 ഉറുപ്പിക്കുള്ള അരി വാങ്ങിക്കുമോ അതോ 170 ഉറുപ്പിക്ക് അരി വാങ്ങിക്കുമോ എന്ന് അരുണിനോട് ചോദിച്ചു. 170 ഉറുപ്പിക്ക് അരിയെ വാങ്ങിക്കുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയണത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് വേണ്ടി കാശ് കൊടുക്കുന്ന ആൾക്കാർ കൂടുതലാണ്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരാളുണ്ട് 80 ഉറുപ്പിക്ക് പാല് വിൽക്കുന്ന ആൾ. അതെങ്ങനെ വിൽക്കാൻ പറ്റുന്നത്? കാരണം കർഷകരുടെ അടുത്ത് നിന്ന് പാലെടുത്ത് പാസ്ചറൈസ് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുള്ള വിശ്വാസം അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ വിശ്വാസം സൊസൈറ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കർഷകരുടെ പ്രോഡക്റ്റ് വരുമ്പോൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളിൽ എന്തൊക്കെ സോൾവ് ചെയ്തു? വിൽപ്പനയുടെ കാര്യം സോൾവ് ചെയ്തു, നമ്മുടെ ഉൽപ്പാദനത്തിനുള്ള സാധനങ്ങൾ അവൈലബിൾ ആകുന്ന കാര്യം സോൾവ് ചെയ്തു, ഈ പറയണ പണിക്കാരോ അല്ലെങ്കിൽ മെഷീനോ കിട്ടുന്ന കാര്യം, ഇതൊക്കെ ശാസ്ത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന സംഭവം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ സാക്ഷരത മാത്രമാണ്, വേറെ ഒന്നും വേണ്ട. അത് ഈ ഒരു ക്ലാസ് കൊണ്ട് തീരില്ല, പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഉറപ്പായിട്ടും നടക്കുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾ എന്തായാലും ഉപയോഗിക്കുകയും ചെയ്യും, കാരണം ഇതവിടെയൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ വരും ദിവസങ്ങളിൽ. അപ്പോൾ ബാക്കി നമുക്ക് ഭക്ഷണത്തിന് ശേഷമാവാം.
20 മിനിറ്റ്. ഈ പറയുന്ന ഇപ്പൊ വരുന്ന ശാസ്ത്രം കഴിഞ്ഞ 25 വർഷം കൊണ്ടാണ് AI എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ചെയ്ത് ഇന്ന് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഓരോ കാര്യത്തിലും ഇടപെടുന്നു പറഞ്ഞു അല്ലേ. അത് പല കാര്യത്തിലും ഇടപെടുന്നുണ്ട്, നമ്മൾ പോകുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ പോലും അറിയാം. അപ്പം കഴിഞ്ഞ 25 വർഷത്തിൽ സംഭവിച്ചതിനെക്കാട്ടിലും ഒരുപാട് കൂടുതൽ അടുത്തൊരു 5 വർഷത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെക്കാട്ടിലും വലിയ എക്സ്പേർട്ടാണ് ശരിക്കും അരുൺ. കാരണം അരുൺ ഈ കാര്യത്തിൽ കർഷകർക്ക് ഡിജിറ്റൽ ലിറ്ററസി പഠിപ്പിക്കുന്ന സമയത്ത് അരുൺ പ്രൊഫഷണൽസിന് AI പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് അവരുടെ ജോലിയിൽ. അപ്പോൾ അരുൺ സ്ഥിരമായിട്ട് പറയുന്നൊരു സംഭവമുണ്ട്, ഇപ്പം ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ ചോദിക്കുന്ന സമയത്ത് വരുന്ന ഉത്തരങ്ങൾ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ടീച്ചർ ആവണം, പൈലറ്റ് ആവണം, പിന്നെന്താ പറയാറ്, ഇത്തരം ഉത്തരങ്ങളാണ് കേൾക്കാറ്. ഇതിൽ മിക്ക ജോലിയും അടുത്തൊരു കുറച്ച് കാലം കഴിയുമ്പോൾ, ഒരുപാടൊന്നും കഴിയണ്ട, കുറച്ച് കാലം കഴിയുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അത് വ്യക്തമായിട്ട് അരുൺ പറയാറുണ്ട് മറ്റ് ക്ലാസ്സുകളിൽ. കാരണം നമുക്കത് റെലവൻ്റ് ആകാത്തതുകൊണ്ട് പറയുന്നില്ല, നമ്മുടെയും അവസ്ഥ അതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ ഇവിടെ ഇരുന്നുണ്ടായിരുന്ന സാറ് പറഞ്ഞായിരുന്നു ചൈനയിൽ ടെക്നോളജി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, നമ്മളിവിടെ ഉപയോഗിക്കാനുള്ള സാഹചര്യമില്ല, നമുക്കതിനുള്ള അറിവില്ല. ആ അറിവ് നമ്മൾ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടും എന്നുള്ളതാണ് സത്യാവസ്ഥ. കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആരെങ്കിലും കൃഷി മൊത്തം ഏറ്റെടുക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നേ പറ്റൂ. കാരണം അതല്ലെങ്കിൽ നമുക്ക് ഓടിയെത്താൻ പറ്റൂല, അവരുടെ അത്രയും ഓടിയെത്താൻ പറ്റൂല. ഇന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലാൻഡ് യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കർഷകരുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 60% കാർഷിക വൃത്തിയിലാണ് അവരുടെ ജീവിതം നടക്കുന്നത്. 46% നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ കർഷകരാണ്, ചെറുതല്ലാതെ. എന്നിട്ട് നമ്മൾ ദേശത്തിലേക്ക് ഉണ്ടാക്കുന്ന GDP എന്ന് പറയുന്നത് 15% കുറവാണ് കർഷകരുണ്ടാക്കുന്നത്. 8% വരുന്ന IT പ്രൊഫഷണൽസ് ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും കൂടുതലാണ്. അപ്പം ആ രീതിയിലേക്ക് നമ്മൾ മാറിയില്ലെങ്കിൽ അടുത്ത ജനറേഷനിൽ കർഷകരുണ്ടാവില്ല. കാരണം നമ്മുടെ എത്ര പേരുടെ മക്കൾ ഇന്ന് കർഷകരായിട്ടുണ്ട്, എത്ര പേരുടെ മക്കൾ ഇന്ന് കർഷകരാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ബഹുമാനം ഉണ്ടാവുന്ന, എന്നാൽ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാവുന്ന, എന്തെങ്കിലും കാര്യമായിട്ട് സാധിക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണെങ്കിൽ അതിലേക്ക് ഉറപ്പായിട്ടും ആൾക്കാരുണ്ടാവുമല്ലേ. അങ്ങനെ ഒരു സാഹചര്യമാണ് വരുന്നത്. ഇപ്പം നേരത്തെ MLA പറഞ്ഞ പോലെ IT ജോലി വിട്ടിട്ടും അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണൽ ജോലി വിട്ടിട്ടും ഇതിലേക്ക് വരുന്ന ആൾക്കാർ ഇത്തരം സംഭവങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പതുക്കെ അഡാപ്റ്റ് ചെയ്ത് വരും. അപ്പം നമ്മളും അതിലേക്ക് പറ്റാവുന്ന അത്രയും ഒരു ചുവട് വെച്ചില്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി സർവൈലൻസ് ഡ്രോണ് വെച്ച് ചെയ്യുന്ന കാര്യം ആരും പറഞ്ഞായിരുന്നു. ശരിക്കും നമുക്ക് ഒരു 10 പേരെ കണ്ടത്തിൻ്റെ നടുക്ക് ഒരു കേട് വന്നിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ, നമ്മൾ അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടാകും. അത് വരമ്പിന് എത്തണം, വരമ്പിൻ്റെ വക്കത്ത് എത്തിയാലേ നമ്മൾ കാണുള്ളൂ, അതുവരെ നമ്മൾ ഈ സാധനം കാണില്ല. മറിച്ച് ആ നടുക്ക് ഒരു കേടുണ്ട് എന്നുള്ളത് ആദ്യത്തെ ചെടിയിൽ കേട് വരുന്ന ദിവസം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കീടനാശിനി അപ്ലൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് ചിലപ്പം വേറെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും, കുമിൾ രോഗമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അത് അവിടെ വെച്ച് അവിടെ മാത്രം ട്രീറ്റ് ചെയ്തിട്ട് നമുക്കത് മാറ്റാൻ പറ്റും അല്ലേ. ഒരു ചൊറി വന്നു, വട്ടച്ചൊറി വന്നു, ഇവിടെ വന്ന സമയത്ത് ഇവിടെ മാത്രം ട്രീറ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ മൊത്തം ശരീരം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണോ നല്ലത്? ഇവിടെ മാത്രം ട്രീറ്റ് ചെയ്യുന്നതാണോ നല്ലത്? അപ്പോൾ അതാണ് ശരിക്കും അവിടെയും സംഭവിക്കുന്നത്. ഈ പാടത്തിന്റെ നടുക്ക് പോയിട്ട് നമ്മൾ നോക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല. മറിച്ചൊരു ഡ്രോണ് പറത്തി വിട്ടാൽ നമ്മൾ കാണുന്നതിനെക്കാട്ടിലും തീക്ഷ്ണമായി അത് കണ്ടുപിടിക്കുകയും അതിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു തരാനും ഇന്ന് ഈ പറയുന്ന ഡ്രോണിന് കപ്പാസിറ്റി ഉണ്ട്. കഴിഞ്ഞില്ല, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന അത് സ്വരൂപ് പ്രദീപിന്റെ കമ്പനിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വരൂപമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്, ഞങ്ങളുടെ കൂടെ ഉള്ളൊരു സ്റ്റാർട്ടപ്പാണ്. പാടത്തിൻ്റെ ഫോട്ടോ അതാത് സമയത്ത് എടുത്ത് കളർ വ്യത്യാസങ്ങൾ നോക്കി എവിടെയൊക്കെ എന്തിൻ്റെയൊക്കെ കുറവുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ കൂടുതലുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളെ പറഞ്ഞു തരുന്ന ടെക്നോളജി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് നമ്മൾ അറിയുന്നില്ല എന്നുള്ള മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ സംവിധാനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം നമ്മുടെ
കിഴങ്ങ് ഗവേഷണ കേന്ദ്രം, അതായത് തിരുവനന്തപുരത്തുള്ള CTCRI ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പഞ്ചായത്തിന് ഒന്നാണ് അവർ പറയുന്നത്. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഈ സാധനം വർക്ക് ചെയ്യും. ഒരു പഞ്ചായത്തിന് ഒരെണ്ണം. അതിൽ ശരിക്ക് ആ പഞ്ചായത്തിൻ്റെ ആ സമയത്തുള്ള കാലാവസ്ഥയുടെ കാറ്റ് എങ്ങനെയാണ്, ടെമ്പറേച്ചർ എങ്ങനെയുണ്ട്, ഹ്യൂമിഡിറ്റി എങ്ങനെയുണ്ട്, സൂര്യപ്രകാശം എത്രമാത്രം കിട്ടുന്നുണ്ട്, ഏത് രീതിയിൽ കിട്ടുന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ശരിക്കും പഞ്ചായത്തിന് അല്ലെങ്കിൽ അവിടുത്തെ കൃഷിഭവന് കർഷകർ എങ്ങനെ ഏത് രീതിയിൽ കാർഷിക വൃത്തിയിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു. നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് സംസാരിച്ച സമയത്ത് ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് വിൽപ്പന മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞു, തൊഴിലാളികളുടെ ഉപയോഗം, മെഷീൻ്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞു, ഈ പറയുന്ന കൃഷിക്ക് ഉപയോഗിക്കുന്ന പൈസയുടെ സംഭവങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും പറഞ്ഞു, വിൽപ്പന മെച്ചപ്പെടുത്താൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു. കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയെന്നുള്ളത് അവിടെയും ഈ ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. ഇത്തരം ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ആ മെഷീനിന് വില എങ്ങാണ്ട് 2-3 ലക്ഷം രൂപയുണ്ട്. പക്ഷെ അവിടെയും ഒരു പഞ്ചായത്തിന് ഒരു മെഷീൻ മതി. ഒരു കർഷകൻ അത് വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല. പ്രൊഡ്യൂസർ കമ്പനി വാങ്ങിച്ച് 1-2 പഞ്ചായത്തിൽ ഈ സാധനം വെക്കുകയാണെങ്കിൽ ആ പഞ്ചായത്തിലെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് മാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ കാർഷിക വൃത്തിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുള്ളത് ഇത്തരം സംഭവങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഇല്ലാത്തത് എവിടെ ഉണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. അത് പതുക്കെ പതുക്കെ എന്തായാലും വരും. അതിന് വിവര സാങ്കേതിക വിദ്യ അത്യാവശ്യം നന്നായിട്ട് മുമ്പോട്ട് വന്ന് കാര്യങ്ങൾ നടത്തുകയും ചെയ്യും. ശ്രേയ റെഡിയായോ? അപ്പൊ ബാക്കി കാര്യം ശ്രേയ കഴിഞ്ഞു.